ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക് ഹാൻഡ് എംബ്രോയിഡറി സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അടുത്ത് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ആദ്യം പഠിച്ചത് റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും, അതിൽ ആ വീഡിയോയുടെ ലിങ്ക് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. വളരെ ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയിൻ സ്റ്റിച്ച് നമുക്കൊരു ചെയിൻ പോലെ തോന്നും. ബോർഡറൊക്കെ കൊടുക്കാനും നല്ല ഡിസൈനാണത്. ഈവൻ ഫില്ല് ചെയ്ത് കൊടുക്കാനും ഒക്കെ നന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എംബ്രോയിഡറി ഫ്ലോസ് തന്നെ എടുത്തേക്കുന്നത്. അത് ഞാൻ രണ്ട് എൻഡിലും കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ചെയ്യുന്നത് ആദ്യം സൂചി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനടുത്തായിട്ട് തന്നെ എടുത്ത് ഒരു എത്ര ലെങ്ത് ഉള്ളത് വേണം, ചെയിനാണ് വേണമെന്ന് വെച്ചാൽ നമ്മൾ കുത്തിയെടുക്കാം. ഇതുപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ഒരു റൗണ്ട് ചെയ്യാം. ഈ സൂചിയുടെ മുകളിലൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചെയിൻ പോലെ ആവും. ഉണ്ടോ? ഇപ്പോൾ ഒരു ചെയിൻ പോലെ. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് എടുക്കുന്നത് അതിനകത്തൂടെ തന്നെ ചെയ്യണം. ഇപ്പം നമ്മൾ കുത്തിയെടുത്തതിൻ്റെ അടുത്തൂടെ തന്നെ അടുത്തൊരു ചെയിൻ എടുക്കുന്നത്. വീണ്ടും ഇതുപോലെ ചുറ്റിയെടുക്കുക. അടുത്തതും നമുക്കതുപോലെ തന്നെ ചെയ്യാം. നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും അപ്പോൾ കിട്ടുന്നത് നൂലുകൊണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തിരിച്ചു വെച്ചിട്ട് മറ്റു സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പുള്ള സ്റ്റിച്ചിലൂടെ എടുത്ത് ഇതുവഴി എടുക്കുക. ഇപ്പോൾ ഒരു നോട്ട് വീണ് കഴിഞ്ഞു. അതുപോലെ ഒന്നും കൂടെ ചെയ്യാം. എന്നിട്ടിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ചെയ്ത് ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. കണ്ടോ? നല്ല ഭംഗിയില്ലേ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ടെക്സ്ചർ കാണാൻ. അപ്പോൾ ഇതുപോലെ ബോർഡർ ആക്കി കൊടുക്കാനും ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ബോർഡർ കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.